ചാപ്പി സുൽത്താൻ ബത്തേരി. ഒന്നാം സമ്മാനമായ 1 കോടിയുടെ വീടും പറമ്പും ചാപ്പി സുൽത്താൻ ബത്തേരി. മരുവനെ അനക്കാണാ അമ്മോ. തപ്പിയപ്പോ ആർക്കാൾക്ക് സംശയം കുടുങ്ങിക്കണ്. തുപ്പലം കൊണ്ട് ഒട്ടിക്കാല്ല നായി എന്നോട് ഞാൻ പറഞ്ഞു. ഇൻഷുറൻസ് ടാപ്പിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട് കിട്ടണ്ടേ. ഓക്കെ, വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ കുഞ്ഞാൻ നറുക്കെടുക്കുന്ന ചില ആ സീനുകളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ചില എന്താ പറയുക, ഒരു പാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ മറ്റോ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരു കവറിനകത്ത് നിന്നോ അല്ലെങ്കിൽ ചെറിയൊരു കവറിനകത്ത് നിന്നോ മറ്റോ സുരക്ഷിതമായി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കൂപ്പൺ കൃത്യമായിട്ട് വലിച്ചെടുക്കുന്നത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നേരെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട് അങ്ങനെ എടുത്തു വെച്ച ഒട്ടിച്ച് വെച്ച ഒരു കവറിനകത്ത് നിന്നോ മറ്റോ വളരെ എന്താ പറയുക കണ്ണിങ് ആയിട്ട് എടുക്കുന്നതാണ്. പക്ഷേ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക മാനറിസം, അപ്പോഴുള്ള മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ, പശു ചാണകം ഇടുന്ന ആ ഭാവം അല്ലേ, ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്താണ് മലയാളികളെ, മലയാളികൾ ഓരോ തരത്തിലും ഇതേപോലുള്ള കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായിട്ടോ അല്ലേ, നമ്മൾ പലവട്ടം വീഡിയോസ് റിവൈൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഇങ്ങനെയും തട്ടിപ്പുകൾ ചെയ്യാം ഈ രംഗത്തും. അല്ലെങ്കിൽ ഇതുപോലെ ഇനിയിപ്പോൾ ജെന്യൂനായിട്ട് ഒരു ടീം വരികയാണെങ്കിൽ പോലും ആളുകൾക്ക് സംശയമാവും ഇത് ജെന്യൂനാണോ അല്ലെങ്കിൽ ചെയ്തത് ശരിയായിരുന്നു എന്ന്. ഇവിടെ കുഞ്ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്തായിരുന്നു? കൃത്യമായിട്ട് ആ ഒരു ഗ്ലാസ് ടംബ്ലർ കൊണ്ടുവച്ചിട്ട്, ആ ഒരു സ്ക്വയർ ട്യൂബാണല്ലോ, ആ സ്ക്വയർ കൊണ്ടുവന്ന് വെച്ച് ഈ കൂപ്പണുകളെല്ലാം ഓൺ ക്യാമറയുടെ മുന്നിൽ കൃത്യമായിട്ട് കൂപ്പണുകൾ അതിലേക്ക് നിക്ഷേപിക്കുന്നതും അത് കാലിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഇവരുടെ ചുമതലയായിരുന്നു. സുതാര്യമായിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആകുമ്പോൾ 100 കണക്കിന് ആളുകൾ അല്ലേ, സംശയാലുക്കൾ ഉണ്ടാവുമായിരിക്കും, പലതരത്തിലുള്ള എന്താ പറയുക അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. കാരണം അവരുടെയൊക്കെ പൈസയാണ് യഥാർത്ഥത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മോബിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു, സുതാര്യമാകേണ്ടി